അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3-ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 25-ാമത്തെ പാഠം സൂറത്തുൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. ഇനി അവിടെ കാണാം നഖ്റഉ നഫ്ഹം, വായിക്കുക മനസ്സിലാക്കുക. ബിസ്മി നാമത്തിൽ, അർ റഹ്മാനി ഇഹലോകത്ത് എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നവൻ, അർ റഹീം അല്ലാഹു തആലക്ക് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് അനുഗ്രഹം ചെയ്യുന്നവൻ, അൽഹംദു സർവസ്തുതിയും, റബ്ബുൻ രക്ഷിതാവ്, അൽ ആലമീൻ ലോകർ, മാലിക്കുൻ ഉടമസ്ഥൻ, യൗമുദ്ദീൻ പ്രതിഫലം നൽകുന്ന ദിനം, ഇയ്യാക്ക നിന്നെ, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, നസ്തഈനു ഞങ്ങൾ സഹായം തേടുന്നു, ഇഹ്ദിന ഞങ്ങളെ ചേർത്തിത്തരണേ, സിറാത്ത് മാർഗം വഴി, മുസ്തഖീം നേരായ, അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവർ, ഗൈറിൽ മഗ്ളൂബി അലൈഹിം കോപത്തിന് വിധേയരായവരല്ലാത്തവർ, വലദ്ദാല്ലീൻ വഴി പിഴച്ചവരല്ലാത്തവർ, ആമീൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. ഇനി രണ്ടാമത്തത് കാണാൻ നഖ്റ വായിക്കുക. ബിസ്മി ചൊല്ലിയാണ് ഖുർആൻ പാരായണവും എല്ലാ നല്ല പ്രധാന കാര്യങ്ങളും തുടങ്ങേണ്ടത്. എങ്കിലേ ബറക്കത്ത് ലഭിക്കൂ, തടസ്സങ്ങൾ നീങ്ങൂ. എല്ലാ അനുഗ്രഹങ്ങളും നൽകിയവൻ അള്ളാഹുവാണ്. അതിനാൽ എല്ലാ സ്തുതികളും അവന് മാത്രം അർഹതപ്പെട്ടതാണ്. എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങേണ്ടത് ഹംദ് കൊണ്ടായിരിക്കണം. അനുഗ്രഹങ്ങൾക്ക് നാം ഹംദ് ചെയ്യണം. അല്ലാഹു തആല ഈ ലോകത്ത് വിവേചനമില്ലാതെ എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നു. വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് കാരുണ്യം ചെയ്യുന്നു. അന്ത്യനാളിൽ അല്ലാഹു തആല മനുഷ്യരെ വിചാരണ ചെയ്യും. നന്മ ചെയ്താൽ സ്വർഗവും തിന്മ ചെയ്താൽ നരകവും നൽകും. അല്ലാഹു തആലക്ക് മാത്രമേ ആരാധന ചെയ്യാൻ പാടുള്ളൂ. സൃഷ്ടികൾ ചെയ്യുന്ന സഹായങ്ങളെല്ലാം അല്ലാഹു തആല നൽകുന്നതാണ്. ആ നിലക്ക് സൃഷ്ടികളോടും സഹായം തേടാം. അല്ലാഹു തആലയാണ് നേർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ. അല്ലാഹു തആല അനുഗ്രഹിച്ച നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ വഴിയാണ് നേർവഴി. ഓരോരുത്തരും എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹു തആല കോപിച്ചവരുടെയും പിഴച്ചവരുടെയും മാർഗമാണ് പിഴച്ച വഴി. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു ഖാമിസ് വൽ 25-ാമത്തെ പാഠം സൂറത്തുൽ ഫാത്തിഹ. നുതർജിമു ഇലാ ലോകത്തിന പരിഭാഷപ്പെടുത്തുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹലോകത്ത് എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നവനും വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് അനുഗ്രഹം ചെയ്യുന്നവനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. അർ റഹ്മാനിർ റഹീം ഇഹലോകത്ത് എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നവനും വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് അനുഗ്രഹം ചെയ്യുന്നവനും, മാലിക് യൗമിദ്ദീൻ പ്രതിഫലം നൽകുന്ന ദിനത്തിൻ്റെ ഉടമസ്ഥൻ. 5 ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തി തരണേ. 7 സിറാത്തുല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ കോപത്തിന് വിധേയരല്ലാത്തവരും വഴിപിഴച്ചവരല്ലാത്തവരുമായ. ഇനി രണ്ടാമത്തവർക്ക് കാണാൻ നുജീബ് ഉത്തരം എഴുതുക. റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇഹലോകത്ത് എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നവൻ റഹ്മാൻ, വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് അനുഗ്രഹം ചെയ്യുന്നവൻ റഹീം.
2. ഏതാണ് നേർവഴി? അല്ലാഹു തആല അനുഗ്രഹിച്ച നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ വഴിയാണ് നേർവഴി. 3. ഏതാണ് പിഴച്ച വഴി? അല്ലാഹു തആല കോപിച്ചവരുടെയും പിഴച്ചവരുടെയും മാർഗമാണ് പിഴച്ച വഴി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.